ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 76 ദിവസവും ബാക്കിയുള്ള എപ്പിസോഡുകളൊക്കെ തുടങ്ങിയതുപോലെ തന്നെ മിക്ക എപ്പിസോഡുകളും തുടങ്ങിയതുപോലെ തന്നെ ചിലതൊക്കെ മറ്റേ തലേദിവസത്തെ രാത്രിയിലെ പരിപാടിയും കാണിച്ചാണല്ലോ തുടങ്ങിയത്. പക്ഷെ മിക്ക എപ്പിസോഡുകളും തുടങ്ങുന്നത് രാവിലെ ഒരു പാട്ടിട്ടാണ്. അതുപോലെ തന്നെ 76ാമത്തെ എപ്പിസോഡും അങ്ങനെ അങ്ങോട്ട് തുടങ്ങി. അപ്പൊ പാട്ടിലും ഡാൻസിലുമുള്ള പരിപാടികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അബി, അൻസിബ, ഋഷി ഇവര് 3 പേരും കൂടെ ഇരിക്കുന്ന കാണിക്കുന്നുണ്ട്. ഇവര് 3 പേരും മറ്റേ ഒരു ബെൽറ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഇവരാണ് ഇപ്പോഴത്തെ പുതിയൊരു ടീം, ഒരു സൈഡിലുള്ള ഒരു ടീം. അപ്പൊ ഇവര് 3 പേരും കൂടെ ഇരുന്ന് ചെറിയ ചർച്ചകൾ, അതായത് വന്ന തൊട്ട് ഇത്രയും ദിവസം വരെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അബി പറയുന്നുണ്ട് 50 ദിവസമായില്ല ഞാൻ വന്നിട്ട്, 28ാം ദിവസം അങ്ങോട്ട് ഞാൻ വന്നത്, ഇപ്പൊ 50 ദിവസത്തോളമായി. അപ്പം എനിക്ക് മടുത്തു തുടങ്ങി, എനിക്ക് വെളിയിൽ പോയാൽ കൊള്ളാതുണ്ട്. ചെറുക്കന് മടുത്തു, മതിയായി അതിനകത്തെ അവസ്ഥകളൊക്കെ ചേട്ടന് വെറുത്തു തുടങ്ങി. ആ ഒരു മോളാണ് ചേട്ടൻ അവിടെ ഇരുന്ന് കഥ പറയുന്നത്. ഋഷിയും കൂടെ പിടിക്കുന്നുണ്ട്, അൻസിബയും കഥകളായി അവരുടെ 3 പേരുള്ള കഥകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ടിക്കറ്റ് ഫിനാലേക്കുള്ള ബോണസ് കിട്ടാനായിട്ടുള്ള ടാസ്ക് നമ്പർ 9 അവിടെ നടക്കുന്നുണ്ട്. നല്ലൊരു ടാസ്ക് ആയിരുന്നു. ടാസ്ക് കഴിയുമ്പോഴത്തേക്ക് ഡെന്നിന് ഫസ്റ്റ് കിട്ടുന്നുണ്ട്, നെസ്റ്റിന് സെക്കൻഡ് കിട്ടുന്നുണ്ട്. അപ്പോ ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മുടെ ക്യാപ്റ്റനോടാണ്, അതായത് അഭിഷേകിനോട്, അഭിമോനെ നീ ഒന്ന് നന്നായിട്ടൊക്കെ നോക്ക്, അവിടെ കളിക്കുന്ന കളിയൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്ക്, പോയിന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യ് എന്നൊക്കെ ബിഗ് ബോസ് അണ്ണ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം അബിക്ക് ക്യാപ്റ്റൻ ആയിട്ട് പോലും ഒരു പരിധിയിൽ കൂടുതലുള്ള എനർജി ഒന്നും ഇല്ല അബിക്ക്. അബി ടോട്ടലി ഡൗൺ ആണ്. എനിക്ക് അങ്ങനെ പേഴ്സണലി അബിയെ തോന്നിയത്. ഭയങ്കര ഡൗൺ ആണ് അബി. ഒരു എനർജി ഇല്ല, ഒന്നിനും സംസാരിക്കാനോ അങ്ങനെ ഒന്നും പോകുന്ന ഒരാൾ അല്ല. അപ്പൊ അബിക്ക് അതിനകത്ത് പറയാൻ പല റീസൺ ഉണ്ട്. ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു ഗെയിം അവിടെ നടക്കുമ്പോൾ പോലും അബി ഒരു പോയിന്റ് ഇടാൻ പോലുള്ള ഒരു ത്രാണി ഇല്ലാത്തൊരു പയ്യനെ പോലെ എനിക്ക് തോന്നുന്നുണ്ട് അബിയെ. അപ്പൊ എന്തായാലും ആ ഒരു ടിക്കറ്റ് ഫിനാലേക്കുള്ള ബോണസിലുള്ള ടാസ്ക് ഒക്കെ കഴിയുന്നുണ്ട്. ആ ടാസ്ക് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് അൻസിബയും ശ്രീതും ഇവർ രണ്ടുപേരുടെ ഒരു ചെറിയൊരു സംസാരമുണ്ട്. അപ്പൊ അതിനകത്ത് അൻസിബ പറയുന്ന ഒരു കേസുണ്ട്. സിബിനെ പോലെ ശാഠ്യം പിടിച്ച് എനിക്ക് ഇവിടുന്ന് പോകണമെന്നൊന്നും ഞാൻ ഇനി പറയത്തില്ല. കാരണം സിബിൻ എന്ന് പറയുന്ന വ്യക്തിക്കിട്ട് കൊടുക്കുന്ന ഒരു കൊട്ടാണ്. പുറത്ത് നടക്കുന്ന കേസ് ഒന്നും അവർ അറിയുന്നില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പൊ കുറെ ഒന്നും അറിയുന്നില്ലായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പൊ പുറത്തെ കേസുകളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ സിബിൻ പുറത്തെന്ന് പറഞ്ഞൊന്നും അവർ അറിഞ്ഞിട്ടില്ല. അപ്പൊ അവരിപ്പോഴും വിചാരിച്ചിരിക്കുന്നത് സിബിൻ ശാഠ്യം പിടിച്ച് പുറത്ത് പോയതുപോലെ ഞാൻ പുറത്തേക്ക് പോകൂല ശ്രീതു, എനിക്ക് ആദ്യമേ അങ്ങനെ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും എന്നെ ജനങ്ങൾ ഇവിടെ നിർത്തുന്നുണ്ടല്ലോ, ജനങ്ങൾ നിർത്തട്ടെ, അവർ നിർത്തുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ നിൽക്കും. അവർ എന്നോട് പോകാൻ പറയുന്നു, അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നു, അപ്പൊ ഞാൻ വെളിയിൽ പോകും എന്നുള്ളൊരു കാര്യം ഇവിടെ അൻസിബ പറയുന്നത് നമുക്ക് കേൾക്കാം. അപ്പം സിബിൻ ചേട്ടന്റെ കഥകളൊക്കെ അവരും ഇങ്ങനെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഇവിടെ പുറത്തിറങ്ങിയിട്ട് സിബിൻ ചേട്ടൻ പലതും പറയുന്നുണ്ട്. നമുക്കറിയില്ല, എല്ലാം ഓരോ വ്യക്തികൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. വിത്ത് പ്രൂഫ് ഉണ്ട്, പല പ്രൂഫുകളും ഉണ്ട് എന്ന് സിബിൻ ചേട്ടൻ പറയുന്നല്ലാതെ കാണിച്ചിട്ടില്ല ഇവിടെ. അപ്പൊ എന്തായാലും അതൊക്കെ കഴിയുമ്പോഴത്തേക്ക് ജയിലിലേക്ക് പോകാനുള്ള ഒരു ചെറിയ നോമിനേഷൻ, ആരാണ് ജയിലിലേക്ക് പോകേണ്ടത് എന്നുള്ളൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ഓരോ ആളുകൾ വന്നിട്ട് 2 പേരെ വെച്ചിട്ട് പറയുന്നുണ്ട്. അപ്പം അതിനകത്ത് കുറെ എല്ലാവരും ഉണ്ടല്ലോ, സിജോ, ജാസ്മിൻ, അഫ്സര, ഇവരെല്ലാം വന്ന് പറയുന്നുണ്ട് 2 പേരുടെ പേര് വെച്ച്. എല്ലാം ഒന്നും പറയാൻ ഇരുന്ന് കഴിഞ്ഞാൽ, ആ പോയിന്റ്സും പറയാതിരുന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ എപ്പിസോഡ് തീരത്തില്ല. അതുപോലുണ്ട്. ഫസ്റ്റ് സിബിൻ വന്നിട്ട് നമ്മുടെ ശ്രീധുര അൻസിബയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ 2 പേര് പറഞ്ഞ ഒരു കേസുണ്ട്. അതായത് നമ്മുടെ ജാസ്മിനും അൻസിബയും നോറയുടെ പേര് പറയുന്നുണ്ട്. പല ആളുകളും നോറയുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ ഇവർ 2 പേരും മെയിൻ ആയിട്ട് നോറയുടെ പേര് പറയുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഫാമിലിയെ വെച്ച് കളിച്ചു, ഫാമിലിയെ ജനങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് ഒരു കളി കളിച്ചു എന്നുള്ള ഒരു സാധനം. നിന്റെ ഫാമിലിയെ നീ നാണം കെടുത്തിയില്ലേ? അൻസിബ പറയുന്നുണ്ട് ഫാമിലിയുടെ കേസൊന്നും ഇവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല, അതൊക്കെ വീട്ടിൽ വെച്ച് തീർക്കണമായിരുന്നു, പേഴ്സണൽ ആയിട്ട് തീർക്കണമായിരുന്നു, പബ്ലിക് ആക്കരുതായിരുന്നു എന്നുള്ള ഒരു സാധനം അവിടെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയൊരു കേസ് എന്താണെന്നറിയോ ഇതിനകത്ത്? നോറ പരിപാടി കാണിച്ചു, ഇന്നലെ അൻസിബ അതിനുള്ളൊരു വോട്ടും കൊടുത്തു. അത് അവിടെ നിർത്തണമായിരുന്നു ആ ഒരു ടോക്ക്. വീണ്ടും ഇന്ന് ഈ ഒരു കേസ് വന്നപ്പോഴും നോറയുടെ പേര് പറഞ്ഞപ്പോ നോറ എന്ന് പറഞ്ഞെങ്കിൽ പോകേണ്ടതായിരുന്നു. വീണ്ടും അൻസിബയ്ക്കും അങ്ങനെ ഒരു തോട്ടുണ്ട്, അതായത് ഫാമിലിയെ ഭയങ്കരമായിട്ട് ഇവള് അങ്ങനെ ചെയ്യുന്നത് ചെറ്റത്തരമാണ് എന്നുള്ളൊരു മൈൻഡ് അൻസിബയ്ക്ക് ഉണ്ടെങ്കിൽ, അതായത് ഫാമിലിയെ പബ്ലിക്കിന് മുന്നിൽ ഇട്ടുകൊടുക്കുന്ന ഒരു പരിപാടി വൃത്തികേടാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇന്ന് അൻസിബ അവളുടെ പേര് പറഞ്ഞതിന് ശേഷം ഈ ഒരു ഫാമിലിയെ വീണ്ടും ഇവളുടെ ഒരു കേസിലേക്ക് ആ ഒരു ഫാമിലിയുടെ ടോപ്പിക് എടുത്ത് ഇടണ്ടായിരുന്നു അൻസിബ. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. വീണ്ടും അത് പറയണ്ടായിരുന്നു. ഇതിപ്പോ വീണ്ടും ആ ഫാമിലിയെ കീറി മുറിക്കുന്ന പോലെ അല്ലേ നിങ്ങളും ചെയ്യുന്നത്? സോ ആ ഒരു പരിപാടി ചെയ്യരുതായിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ ജാസ്മിനോട് പറഞ്ഞ കാര്യമില്ല, ജാസ്മിൻ ഇത് തന്നെ നീ ലാസ്റ്റ് വരെ ചെയ്തുകൊണ്ടിരിക്കും. ജാസ്മിൻ മാക്സിമം ഇത് പിടിക്കാൻ നോക്കും ഈ പോയിന്റിൽ തന്നെ. അൻസിബയും ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും ഞാൻ പറയത്തില്ല. അപ്പം ഈ ഒരു പരിപാടിയാണ് അവിടെ കൂടുതൽ നടന്നത്. ഓരോ ആൾക്കാർ വന്ന് 2 പേരുടെ പേര് വെച്ച് പറയുന്നുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ നോറ കൊച്ചിനാണ്. നോറ കൊച്ചിന്റെ കയ്യിരിപ്പുണ്ട് തന്നെ. നോറ കൊച്ചു ഭയങ്കര ഡൗൺ ആണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുമ്പോൾ മൊത്തം ലാസ്റ്റ് ഒരു സ്പോൺസേർഡ് ടാസ്ക് വരെ ഉണ്ട്. അതിനകത്താണ് ഇച്ചിരിയെങ്കിലും ആ കൊച്ചിന്റെ മോതൊക്കെ ഒരു ചിരി വീഴുന്ന ഞാൻ കാണുന്നത്. അതുവരെ മറ്റേ മൂങ്ങ ഇരിക്കുന്നതാണ് കൊച്ചിരിക്കുന്നത്. കൊച്ചിന്റെ കിളിയൊക്കെ പോയി.
അപ്പോ എല്ലാരും കുറ്റം പറയുന്നുണ്ട്. നോറയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്തതിനകത്ത് എന്തോ വലിയ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളൊരു സാധനം, തെറ്റിതാണ് എന്ന് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം നോറയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോട്ട് മാത്രം നോറയുടെ തലയിൽ കാണും. അപ്പൊ ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നോറ വന്നിട്ട് ഞാനപ്പോ വിചാരിച്ചു നോറ വന്നിട്ട് പറയാൻ പോകുന്ന പേര് അൻസിബയുടെ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ നോറ പറയുന്നത് ജിൻഡോയുടെ പേരെന്ന് പറയുന്നുണ്ട്, ജിൻഡോ ചേട്ടൻ. അത് നോറ പക്ഷെ ഉണ്ടല്ലോ ചില കാര്യത്തില് നോറ പോയിന്റ് നമ്മുടെ ആരോ ഒരാൾ, എനിക്ക് തോന്നുന്നു സിജോ ആണെന്ന് തോന്നുന്നു, ആരോ ഒരാൾ പറയുന്നുണ്ടായിരുന്നു നോറ അതോ ആരായിരുന്നു ഞാൻ ആലോചിക്കുന്നത്, ഋഷിയോ നന്ദൻ ആരോ ഒരാൾ പറയുന്നുണ്ട് ഇന്ന് എന്തായാലും. അതായത് നോറ പണ്ട് ആദ്യമേയൊക്കെ നല്ല പോയിന്റ്സ് പറയുന്ന ഒരാളായിരുന്നു, അഭിഷേക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നോറ പോയിന്റ്സ് പറയുന്ന ഒരാളായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ല എന്നുള്ള കാര്യം. ഇത് പറഞ്ഞുകൊണ്ടാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നോറ പോയിന്റ് ഒക്കെ നോക്കുന്നുണ്ടെന്നേ. ചില സ്ഥലത്ത് അവൾ കൊടുക്കുന്നുണ്ട്, പക്ഷെ ചില സ്ഥലത്ത് അവളെ ബൂസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് അവളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പറയുന്നതല്ല പിന്നെ പറയുന്നത്. ആ ഒരു സീനിലേക്ക് വരുമ്പോഴാണ് ഈ പണി കിട്ടുന്നത് നോറയ്ക്ക്. ഇന്നിപ്പോ നോറ കാണിച്ച, ഞാൻ ആ പോയിന്റിന്റെ കാര്യം പറയാനുള്ള ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, ജിൻഡോയെ പറ്റി പറയുമ്പോൾ, ജിൻഡോയാണ് നോറ നോമിനേറ്റ് ചെയ്യുന്നത് ജയിലിലേക്ക് പോകാൻ. അപ്പം നോറ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, ജിൻഡോ ചേട്ടൻ 2 ആഴ്ചയായിട്ട് ഇവിടെ ആക്റ്റീവ് അല്ല. ഇതിന് മുമ്പ് വരെ ജിൻഡോ ചേട്ടൻ ആക്റ്റീവ് ആയിരുന്നു. ചുമ്മാതാണെങ്കിലും വഴക്കുണ്ടാക്കാനും പരിപാടിക്കൊക്കെ ഉണ്ടെന്ന് നോറ പറയുന്ന ഒരു കേസ്. ഈ 2 ആഴ്ചയായിട്ട് ജിൻഡോ ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉള്ളത് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി, പുള്ളി സംസാര രീതി ഒരുപാട് മാറ്റി, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പുള്ളിക്ക് മാറ്റം വന്നു. പക്ഷെ ആ മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ വന്നു. ഈ നല്ല മാറ്റങ്ങൾ വന്നപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയെ പല പ്രശ്നങ്ങൾക്കും ഇടപെടാനും ജിൻഡോയുടെ വോയിസ് അവിടെ പുറത്ത് വരാത്തതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യമാണ് അത്. നോറ ഇന്ന് അവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ എല്ലാരും വന്നിങ്ങനെ പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ലാസ്റ്റ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത്, ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത് നോറ കൊച്ചിനെയാണ്. അങ്ങനെ നോറ കൊച്ച് ജയിലിലേക്കെന്നുള്ള കാര്യം ഉറപ്പായി. പിന്നെ അഭിയേയും ശ്രീധൂരുമാണ്, രണ്ടുപേരും ഒപ്പത്തിനൊപ്പം 6 എന്നുള്ള പോയിന്റിലെങ്ങാണ്ടാണ് വന്നത്. അവർക്ക് രണ്ടുപേരെയും 6 പേര് വെച്ചിട്ട് ഇവരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ബിഗ് ബോസ് ഒരു പണി കൊടുത്തു, നിങ്ങൾ രണ്ടുപേരും ഓരോ മിനിറ്റ് നിന്ന് സംസാരിക്കും. ഈ 1 മിനിറ്റിനകത്ത് ഇപ്പൊ അഭിഷേക് ആണെങ്കിൽ അഭിഷേക് വന്ന് നിന്നിട്ട് അഭിഷേക് എന്തുകൊണ്ട് ഈ ജയിലിലേക്ക് പോകാതിരിക്കാനുള്ള കാരണങ്ങൾ അത് അഭിഷേക് പറയാൻ പറഞ്ഞു. പക്ഷെ ബിഗ് ബോസ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ബിഗ് ബോസ് പറഞ്ഞത് ഇവരോട് 2 പേരോടും ഓരോ മിനിറ്റ് സംസാരിക്കാനാണ്. പക്ഷെ അതിനകത്ത് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. നമ്മള് ഫസ്റ്റ് സിജോ ചോദ്യം ചോദിക്കാൻ തുടങ്ങുന്നുണ്ട് ഇവരിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക്. എനിക്കത് അത്ര കൺഫേം അല്ല, കാരണം ബിഗ് ബോസ് ഇനി പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുക, ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബാക്കി കണ്ടസ്റ്റൻസ് ചോദ്യം ചോദിക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അവിടെ ചോദ്യം ചോദിക്കാൻ വന്നത് വെറും ചട്ടത്തരം. ഓക്കെ, അപ്പൊ എന്തായാലും സിജോ ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അബിയോട്. സിജോ ചോദിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പഴയകാല അബിയെ ഞാൻ കണ്ടു. കുറെ ആയിട്ട് അബി ഒതുങ്ങി നിൽക്കുകയാണ്, ആവശ്യമില്ലാതെ ഒരു കാര്യത്തിനകത്ത് തലയിടാറില്ല അബി. അതിനുള്ള റീസൺസും അബി എന്ന് പറയുന്നുണ്ട്, ഭയങ്കര വാലിഡ് ആയിട്ടുള്ള റീസൺസ് ആണ് അബി പറയുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിയത്, എന്തിനാണ് ആവശ്യമില്ലാതെ എല്ലാത്തിനകത്തും തലയിടുന്നത്, എന്തിനാണ് കിടന്ന് ഒച്ച വെക്കുന്നത്? ആവശ്യമുള്ള കാര്യത്തിന് ആവശ്യമുള്ള ഒപ്പീനിയൻ മാറി നിന്ന് പറയുക. ആരാണോ പറയേണ്ടത് അവരോട് പറയുക, അല്ലാതെ ചുമ്മാ കിടന്ന് കാണാൻ എനിക്ക് വയ്യ. സിജോ ഇതാണ് ചോദിച്ചത്. സിജോ ഈ ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ ഒച്ച ഇവിടെ കേൾക്കുന്നില്ല, നീ എന്താണ് എല്ലാത്തിനും സംസാരിക്കാൻ നിൽക്കാത്തത്? സിജോയുടെ അണ്ണാക്കിൽ കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സിജോ ഒന്നും മിണ്ടാതെ മറ്റേ അയ്യോ ഇനി ഞാൻ എന്ത് പറയും എന്നുള്ളൊരു മട്ടിലായിപ്പോയി. കാരണം സിജോയ്ക്ക് എന്തൊക്കെയോ പറയാനും ഉണ്ട്, പക്ഷെ അഭിഷേക് പറയാൻ വിടുന്നില്ല. അതായിരുന്നു അഭിഷേകിന്റെ ഗെയിം ഇന്നത്തെ. ഒന്നും പറഞ്ഞു നിൽക്കാൻ. അതിന്റെ ഇടയ്ക്ക് അപ്സര പറയാൻ വരുന്നുണ്ട്, അപ്സരയ്ക്കും കൊടുത്തു. അപ്സര എന്തൊക്കെയോ പറയാൻ ഇതിന്റെ ഇടയ്ക്ക് കിടന്നുകൊണ്ട് മറ്റേ അങ്ങോട്ട് ഇളകി മറിഞ്ഞൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അൻസിബയും അപ്സരയായിട്ടുള്ള ഒരു പൊട്ടൽ അറിയാലോ. അപ്പൊ അൻസിബ നേരെ നൈസായിട്ട് നമ്മുടെ അബിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പം അപ്സര നേരെ ചൊറിഞ്ഞോണ്ടിരുന്നത്, അൻസിബ ഇത് എന്റെ സ്പേസ് ആണ്, ഇവിടെ നീ സംസാരിക്കേണ്ട കാര്യമില്ല, ഞാൻ ചോദിക്കട്ടെ എന്നുള്ളൊരു സാധനം അപ്സര പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പറഞ്ഞു കാണും, ചിലപ്പോൾ ഇവർക്ക് ചോദിക്കാം, എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്, എന്റെ സ്പേസ് ആണ്, ഞാൻ ചോദിക്കുകയാണെന്നുള്ളത്. പക്ഷെ എന്നാലും ബിഗ് ബോസ് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അതുകൊണ്ട് ഉറപ്പൊന്നും പറയുന്നില്ല. കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ഇടുക കേട്ടല്ലോ. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, എന്തായാലും എന്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. അപ്പൊ അങ്ങനെ അബിയും അപ്സരയും അതിനിടയ്ക്ക് നമ്മുടെ ജാസ്മിൻ എണീച്ച് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ അബിയോട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്, ആർക്കാണ് ഏറ്റവും കൂടുതൽ, ആരെയാണ് നിങ്ങൾ ഈ ബാക്കിയിരിക്കുന്ന കണ്ടസ്റ്റൻസിൽ ഏറ്റവും കൂടുതൽ ആരാണ് ജയിലിലേക്ക് പോകേണ്ടത് നിങ്ങൾക്ക് തോന്നുന്നത്, നിങ്ങൾ പറയൂ, ബാക്കി കണ്ടസ്റ്റൻസിനോട് പറയും. അപ്പൊ അതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് അഭിഷേകിന്റെ പേരാണ്. അതുകൊണ്ട് തന്നെ അബിയും, ക്യാപ്റ്റൻ ആയിട്ടുള്ള അബിയും കൂടെയും ജയിലിലേക്ക് പോവാണ്. അപ്പൊ ഈ ഒരു സംഗതി നടക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജാസ്മിൻ ആദ്യമേ ശ്രീധുവിനെ ആയിരുന്നു നോമിനേറ്റ് ചെയ്തിരുന്നത്, അഭിഷേകിനെ നോമിനേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു.
അപ്പം ജാസ്മിൻ മാത്രം ജാസ്മിന്റെ നിലപാട് അങ്ങ് മാറ്റി. അപ്പൊ ജാസ്മിൻ അതിനുള്ള റീസൺ പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളുടെ നിലപാട് മാറ്റില്ല, ഞങ്ങൾ പറഞ്ഞ ആളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ സിജോ പറയുന്നുണ്ട് അബി പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ വയ്യ. ശ്രീതു പറഞ്ഞു, ശ്രീതു ഇടയ്ക്ക് പറയുന്നുണ്ട് ഞാനിപ്പോ നല്ല ഗെയിമറായിട്ട് ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ സിജോ പറഞ്ഞു നേരത്തെ ഇല്ലായിരുന്നെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീതു ഓപ്പൺ ആയിട്ട് പറഞ്ഞു നേരത്തെ അത്ര ഗെയിം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ അതിന് മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പൊ സിജോ പറയുന്നുണ്ട് ഓക്കെ, അതുകൊണ്ട് എനിക്ക് നിന്നെ നോമിനേറ്റ് ചെയ്യേണ്ട എന്നുണ്ട്, പക്ഷെ എന്റെ നിലപാട് എനിക്ക് മാറ്റാൻ വയ്യ, ഞാൻ ആദ്യമേ നിന്നെയാണ് നോമിനേറ്റ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ തന്നെ ഇപ്പോഴും പറയുന്നു എന്ന് സിജോ പറഞ്ഞു. സിജോയുടെ വാക്കിന് വില കൊടുത്തു. പക്ഷെ അപ്പോഴും ജാസ്മിന്റെ നിലപാട് മാറ്റി. അപ്പൊ ജാസ്മിൻ അതിനകത്ത് പറയുന്ന കാര്യം നീ കുറച്ചു മുന്നേ പറഞ്ഞു, അഭിഷേക് കുറച്ചു മുന്നേ പറഞ്ഞു, അതായത് എനിക്ക് അഭിഷേക് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് എനിക്ക് എല്ലാവരും ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും എനിക്ക് ഉത്തരം കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല, എനിക്ക് ഇഷ്ടപ്പെടുന്നവരോട് ഞാൻ സംസാരിക്കാൻ പോവുള്ളൂ എന്നുള്ളൊരു കാര്യം അഭി പറഞ്ഞു. അതിനെതിരായിട്ട് നമ്മുടെ ജാസ്മിൻ പറയുന്നത് ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണ്, എല്ലാവരും ചോദിക്കുന്നതിന് നീ മറുപടി കൊടുക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ജാസ്മിൻ ചേച്ചി അവിടെ പറയുന്നുണ്ട്. ഇതൊരു നല്ല പോയിന്റ് ആയിട്ട് ജാസ്മിൻ ചേച്ചി എടുക്കുമായിരിക്കും. ജാസ്മിൻ ചേച്ചിയെ ഇഷ്ടമുള്ള ചേട്ടന്മാരും എടുക്കുമായിരിക്കും, കൊച്ചേട്ടന്മാരൊക്കെ. പക്ഷെ ഈ കൊച്ചേട്ടന്മാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ജാസ്മിൻ ചേച്ചിയോട്, ബിഗ് ബോസിൽ ഒരു നിയമം അങ്ങനെ ഇല്ല, ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാത്തിനും മറുപടി കൊടുക്കണം എന്നുള്ളൊരു നിയമം എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക, എനിക്കറിയത്തില്ല കേട്ടോ. വരുന്ന എല്ലാവരും അവിടെ കണ്ടസ്റ്റൻസ് എല്ലാവരും ഇപ്പം എല്ലാ കണ്ടസ്റ്റൻസും ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും അതുപോലെ തന്നെ കൺഫ്യൂഷൻ ആയി അല്ലേ? എനിക്കെതിരായിട്ടും അങ്ങനെ ഒരു അറിവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ആ ബിഗ് ബോസ് ഹൗസിലുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന ബാക്കി എല്ലാവർക്കും അവർ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഞാൻ ഉത്തരം കൊടുക്കേണ്ട കാര്യം എന്താണ്? അതിന്റെ ആവശ്യമുണ്ടോ? അഭിഷേക് അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പുറത്തുള്ള ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ പുറത്തുള്ള ജനങ്ങൾ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ എന്നോട് ഒരാൾ ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലേ ഞാൻ അയാളോട് മറുപടി പറയത്തുള്ളൂ. എനിക്ക് മറുപടി പറയണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറുപടി പറയത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ജാസ്മിനെ പറഞ്ഞതിനോട് അതിന്റെ ഇടയ്ക്ക് നമ്മുടെ അഭിഷേക് ഒരു ഡയലോഗ് അടിച്ചു കൊടുക്കുന്നുണ്ട്, നീ എങ്ങനെയായിരുന്നു ഇത്ര നാൾ ഇതിനകത്ത്? ജാസ്മിൻ ഒന്നും മിണ്ടാതായി പോയി, കുറച്ച് നേരത്തേക്ക് ജാസ്മിന്റെ വായ അടഞ്ഞു പോയി. അപ്പൊ എന്തായാലും ഇതൊക്കെയായിരുന്നു അവിടെ നടന്നത്. എന്തായാലും അബിയും നോറയും കൂടെ ജയിലിലേക്ക് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നെക്സ്റ്റ് ബോണസ് പോയിന്റ് യോഗ്യത നേടിയ ടീം ഏതാണെന്ന് നോക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ബോണസ് പോയിന്റ് കിട്ടിയിട്ടുള്ളത് നെസ്റ്റിലെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളിൽ ഒരാൾക്ക് മാത്രമേ ഈ ബോണസ് പോയിന്റ് കിട്ടുകയുള്ളൂ, അത് ആര് വേണം എന്ന് നിങ്ങൾ നെക്സ്റ്റ് ടീമിന് തീരുമാനിക്കാം. നിങ്ങൾ 4 പേരുണ്ട്, അഭിഷേക് ഉണ്ട്, ഋഷി ഉണ്ട്, അർജുൻ ഉണ്ട്, ജാസ്മിൻ ഉണ്ട്. അപ്പൊ ഇവര് 4 പേരും കൂടെ ഇരുന്ന് ചർച്ച നടത്തുന്നു. അങ്ങനെ ചർച്ച നല്ല രസമാകട്ടോ. ചർച്ചയുടെ ഇടയ്ക്ക് മറ്റേ ഒരു കുത്തിത്തിരിപ്പ്, നമ്മുടെ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഗെയിം ഞാൻ ആദ്യമായിട്ട് കണ്ട ഇന്ന. എന്റെ പൊന്നുമോനെ നിന്റെ ഒരു ഗെയിം കണ്ടതിന്റെ സന്തോഷമുണ്ട് എനിക്ക്. കാരണം അവിടെ എല്ലാവരും എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ലാസ്റ്റ് വരെ നിൽക്കും. ജാസ്മിൻ പറഞ്ഞു. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, ഋഷി പറയുന്നുണ്ട്, അഭി പറയുന്നുണ്ട് ഞാൻ ലാസ്റ്റ് വരെ നിൽക്കും. ഉടനെ അർജുൻ എനിക്ക് ആ സാധനം എനിക്ക് തന്നേക്ക് ബോണസ് പോയിന്റ്, എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഞാൻ ലാസ്റ്റ് വരെ നിൽക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് നിന്നോട്ടെ, എനിക്ക് ബോണസ് പോയിന്റ് കിട്ടട്ടെ എന്നുള്ളൊരു സാധനം അവിടെ പറയുന്നുണ്ട്. ഈ ഒരു സാധനം ഇട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഋഷി ഒന്ന് കൺഫ്യൂസ് ആയി. ഋഷി അത്രയും നേരം ബോണസ് പോയിന്റ് ആർക്കും കൊടുക്കത്തില്ല, എനിക്കും വേണമെന്നുള്ളൊരു പിടിയിൽ പിടിച്ചോണ്ടിരുന്ന ആളാണ്. പെട്ടെന്ന് ഋഷി ഒന്ന് കൺഫ്യൂസ് ആയി, അയ്യോ ഇവർ ഇങ്ങനെ പറഞ്ഞില്ല, അപ്പൊ ഇവര് കൊടുക്കേണ്ട വരും എന്നുള്ളൊരു സാധനം അവിടെ തോന്നി. ഉടനെ അത് പിടിച്ച് നിൽക്കാമായിരുന്നു. ഋഷിക്ക് ആ ഒരു സാധനത്തിന് കയ്യിൽ നിന്ന് പോയതായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ ജാസ്മിൻ കയറി ഒരു മണ്ടത്തരം ചെയ്തു. ജാസ്മിൻ സ്പോട്ടിൽ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ അങ്ങോട്ട് പിന്നോട്ട് മാറുക, നിങ്ങൾ ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം എന്നുള്ളൊരു സാധനം പറഞ്ഞപ്പോഴത്തേക്ക് അത് മാത്രമല്ല അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ല, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് ലാസ്റ്റ് വരെ നിൽക്കാന്ന്. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടോണ്ട് എനിക്കും കിട്ടണമെന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും കൂടെ കിട്ടാൻ ചാൻസ് ഇല്ല, വെറുതെ അത് കളയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ബാക്ക് ആയിട്ട് അടിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ ഋഷി കയറി പിടിച്ചു. ഞാൻ നല്ല കഷ്ടപ്പെട്ടതാ, അപ്പൊ എനിക്കും വേണം എന്നുള്ളൊരു സാധനം ഋഷി പിടിച്ചു. അപ്പത്തേക്ക് അർജുന്റെ വായു അടഞ്ഞു പോയി, പിന്നൊന്നും പറയാനില്ല, ഋഷി കയറി പിടിച്ചു. എന്തായാലും ഋഷിക്ക് തന്നെ ബോണസ് പോയിന്റ് കിട്ടുന്നുണ്ട്. ബോണസ് പോയിന്റ് ഒക്കെ കിട്ടി പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അൻസിബ ഇത്തയുടെ അടുക്കലോട്ട് നമ്മുടെ അബിക്കുട്ടനും ഋഷിച്ചേട്ടനും കൂടെ ചെല്ലുന്നുണ്ട്. കാരണം അവരാണല്ലോ ആ ഒരു ബെൽറ്റ്. അപ്പൊ അവിടെ പോയിരുന്ന അൻസിബയുടെ കാര്യങ്ങളൊക്കെ അകത്ത് കിടന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അൻസിബ പറയുന്നുണ്ട് അത് ജാസ്മിന്റെ ഗെയിം, അൻസിബയുടെ ബുദ്ധി പോകുന്ന പോക്ക് നിങ്ങൾ നോക്കണം. അൻസിബ കട്ടിലിന്റെ മേളിലിരിക്കുന്ന മഹാറാണി മാത്രമല്ല, അവിടെ ഇരുന്ന് നല്ല വ്യക്തമായിട്ട് ഗെയിം അവൾ നോക്കുന്നുണ്ട്. അവൾക്ക് ഓരോ ആൾക്കാരെയും അതിനകത്ത് അറിയാം. എടുത്ത വായിൽ അൻസിബ പറഞ്ഞു അത് ജാസ്മിന്റെ ഗെയിം, ജാസ്മിൻ അത് വിട്ടുകൊടുത്തു. പുറത്തെ ആളുകൾ കാണുമ്പോഴത്തേക്ക് ഈ ആഴ്ചത്തെ വോട്ടവർക്ക് കിട്ടും, അവൾ ഉദ്ദേശിച്ച ഗെയിം അത് എന്ന് നൈസായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അർജുന്റെ ഒരു പരിപാടി അൻസിബ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. അർജുൻ നിനക്കത് തരുമ്പോൾ അർജുന് സഹതാപ വോട്ട് കിട്ടും. മോനെ എന്നാണ് അൻസിബ ചേച്ചി, 2 ദിവസമായിട്ടാണ് നമുക്ക് അൻസിബ ചേച്ചിയെ മനസ്സിലാവുന്നത്. നല്ല ഉള്ളിന്നുള്ള ഗെയിമുണ്ട് ചേച്ചിക്ക്. ചേച്ചി ഒരു പരിധി വിട്ട് കളിക്കുന്നില്ലെന്നേ ഉള്ളൂ. കൊള്ളാം എന്തായാലും. പിന്നെ എല്ലാരും പറയുന്നുണ്ട്, കുറെ പേരൊക്കെ പറയുന്നത് ഞാൻ കേട്ടു, ഈ ഒച്ചയും ബഹളവും വെച്ചുള്ള പരിപാടിക്കാണ് ഏറ്റവും ഒന്നുമല്ല.
ഒച്ചയും ബഹളത്തിലൊന്നും അല്ല കാര്യം. ജാസ്മിനെ പോലുള്ള ആളുകൾ അതിനകത്ത് വിചാരിച്ചിരിക്കുന്നത് ഒച്ചയും ബഹളം, അതുപോലെ തന്നെ സിജോയ്ക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്, ഒച്ചയും ബഹളവും എല്ലാ കാര്യത്തിലും ഒപ്പീനിയൻ പറഞ്ഞ് ഒന്നുമല്ല, മാന്യമായിട്ട് നിന്ന് ഗെയിം കളിക്കുക, അതിലാണ് കാര്യം ബിഗ് ബോസ് ഹൗസിൽ. മനസ്സിലായില്ലേ? അതവിടെ അൻസിബ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഏകദാണ്ടൊക്കെ ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ഒക്കെയാണ് ഇന്ന് നടന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്പോൺസർ ടാസ്ക് വരുന്നുണ്ട്. വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല. അമൃതവേണിയുടെ ഒക്കെ എനിക്ക് അമൃതവേണിക്ക് അത്ര അങ്ങോട്ട് പ്രൊമോഷൻ കൊടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ ആ ഒരു ടാസ്കും കൊള്ളായിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിടുക. ഓക്കെ, അപ്പൊ നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് അതിന്റെ റിവ്യൂ ആയിട്ട് വരാം.